അങ്ങനെ 2025 കഴിഞ്ഞ് 2026 നമ്മൾ സ്റ്റെപ്പിങ് ചെയ്യാൻ പോവാണ്. വിഷു അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ആൻഡ് ഇന്ന് നമ്മൾ റീൽസിലൊക്കെ തരംഗമായിക്കൊണ്ടിരിക്കുന്ന വിഷൻ ബോർഡിനെ കുറിച്ചായിരിക്കും ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. എൻ്റെ 2 വർഷങ്ങളായിട്ട് വിഷൻ ബോർഡ് ക്യാരി ചെയ്യുന്ന ആളാണ്. സോ കഴിഞ്ഞ വർഷത്തെ എൻ്റെ വിഷൻ ബോർഡ് എന്ന് പറയുന്നത് ഇതാണ്. ആൻഡ് ഈ വർഷത്തെ എൻ്റെ വിഷൻ ബോർഡ് ഇതാണ്. കുറച്ചും കൂടി ഞാൻ വലുതാക്കിയിട്ടുണ്ട് ആക്ച്വലി. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ വിഷൻ ബോർഡ് റിയലൈസ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. വിഷൻ ബോർഡ് എന്തുകൊണ്ടാണ് വർക്ക് ആവാത്തത് എന്നുള്ളൊരു കാര്യം. എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ അച്ചീവ് ആയിട്ടുണ്ട്, എന്നാൽ അച്ചീവ് ചെയ്യാത്ത കുറേ കാര്യങ്ങളുണ്ട്. സോ തിങ് എന്താ വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങളിൽ വിഷൻ ബോർഡിൽ നമ്മൾ അങ്ങോട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങളെന്നല്ല, മിക്ക കാര്യങ്ങളും നമ്മൾ വിഷൻ ബോർഡ് വെക്കുന്ന സമയത്ത് അതിനു വേണ്ടി വർക്ക് ചെയ്യണം. ഇപ്പം എനിക്ക് സ്പീക്കർ ആവാനാണ് ആഗ്രഹമെങ്കിൽ ഞാൻ സംസാരിക്കാൻ അല്ലെങ്കിൽ അതിനു വേണ്ടി സ്റ്റെപ്പ് എടുക്കാതെ എനിക്ക് ആ ഒരു വിഷൻ അച്ചീവ് ആവില്ല ആക്ച്വലി. അപ്പോൾ നമ്മൾ എടുക്കുന്ന വിഷൻ ശരിക്കും ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് എന്തായാലും ഗോൾ എടുക്കുക എന്നുള്ള പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തിട്ട് വെക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെക്കുന്ന പിക്ചറിനോട് ഒരു ഇമോഷണൽ കണക്ഷൻ നമുക്കില്ല, നമുക്കതൊരു ഡിസയറായിട്ട് തോന്നില്ല എന്നാണെങ്കിൽ അതും നമ്മൾ ഫെയിൽ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് നമ്മൾ വെക്കുന്ന പിക്ചർ നമുക്ക് തോന്നുകയാണ് ഇതൊന്നും എന്നെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റൂലല്ലോ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ നമുക്ക് അതിനോടൊരു കണക്ഷൻ ഇല്ല. അപ്പം നമുക്കത് അച്ചീവ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. സോ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെക്കുന്ന വിഷൻ ബോർഡിൽ പിക്ചർ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ എനിക്കൊരു ബിസിനസ് മാൻ ആവണം എന്നാണ് എൻ്റെ ആഗ്രഹമെങ്കിൽ ഞാൻ ഉള്ളിൽ വിചാരിക്കുന്നത് എന്നെ കൊണ്ട് അതിന് കഴിയില്ലല്ലോ എന്നാണ്. അതായത് നമ്മൾ ഇന്നർ എന്ന് പറയുന്നത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. സോ എൻ്റെ ഉള്ളിൽ അങ്ങനത്തെ ഒരു സ്ഥാനവും ഞാൻ കൊടുക്കുന്നില്ല. എന്നാൽ ഞാൻ എൻ്റെ വിഷൻ ബോർഡിൽ അത് നടക്കണം എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവിടെയും നമ്മളെ വിഷൻ ബോർഡ് ഫെയിൽ ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ എപ്പോഴും ചിന്തിക്കേണ്ടത് വിഷൻ ബോർഡ് എന്ന് പറയുന്നത് ഒരു കോമ്പസ് ആണ്, അത് നമ്മുടെ ഡെസ്റ്റിനേഷൻ അല്ല. അത് ത്രൂ ആവണം നമ്മൾ അതിൽ കാണുന്ന വിഷനിലേക്ക് നമ്മൾ എത്താൻ. അതിനു വേണ്ടി നമ്മൾ ചില ഗോൾസ് പ്രിപ്പയർ ചെയ്യേണ്ടി വരും, അതിനു വേണ്ടി വർക്ക് ചെയ്യേണ്ടി വരും. സോ ഇതെല്ലാം കൂടി ചെയ്യുമ്പോഴാണ് ആക്ച്വലി നമ്മൾ വിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് നിങ്ങൾ വിഷൻ ബോർഡ് വെക്കാൻ പോകുന്ന ആളാണെങ്കിൽ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളൊരു നല്ല അടിപൊളി വിഷൻ വെച്ചുകൊണ്ട് അത് അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. സോ താങ്ക് യു സോ മച്ച്. താങ്ക്സ് എ ലോട്ട്.